ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. ഞങ്ങളിപ്പം മൗറീഷ്യസിലാണ് കേട്ടോ ഉള്ളത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഇന്ന് മൗറീഷ്യസിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയതാണ്. കൂട്ടത്തിലൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെയുള്ള വീഡിയോസ് എന്നും ഒരു മെമ്മറി ആയിട്ട് ചാനലിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗംഗാ താലാവിലേക്കാണ്. ഇത് പൊതുവെ ഗ്രാൻഡ് ബേസിൻ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഈ അമ്പലത്തിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 550 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള തടാകത്തിന്റെ പേരാണ് ഗംഗാ താലാവ്. ഗംഗാ താലാവ് എന്ന പേരിന്റെ അർത്ഥം ഗംഗയുടെ തടാകം എന്നാണ്. ഇന്ത്യയിലെ പുണ്യനദിയായ ഗംഗാ നദിയിലെ പുണ്യജലം ഈ തടാകത്തിൽ കലർത്തിയതിനു ശേഷമാണ് ഈ തടാകത്തിന് ഗംഗാ താലാവ് എന്ന പേര് ലഭിച്ചത്. ഈ കാണുന്ന 2 സ്റ്റാച്യൂസ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ശിവന്റെയും ദുർഗാദേവിയുടെയും പ്രതിമകളാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ പ്രതിമകൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഇവിടെ മഴയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ഇന്ന് പക്ഷെ മഴയില്ല, നല്ല കാർമേഘമുണ്ട്. ഞങ്ങൾ പോയത് ദുർഗാപൂജ സമയമായതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിന്റെ അകത്തോട്ട് കയറിയില്ല. പുറത്തുനിന്നുള്ള വീഡിയോസ് എടുത്തിട്ട് തിരിച്ചു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്പലത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂട്ടോ. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബ്ലാക്ക് റിവർ ജോർജസ് നാഷണൽ പാർക്കിലെ ഒരു വ്യൂ പോയിന്റ് ആണ്. മൗറീഷ്യസ് ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കുന്നിൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷിത വനമേഖലയാണ് ബ്ലാക്ക് റിവർ ജോർജസ് നാഷണൽ പാർക്ക്. ഏകദേശം 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണിത്. പക്ഷെ ഞങ്ങൾ ഈ നാഷണൽ പാർക്കിന്റെ അകത്ത് മൊത്തത്തിൽ ചുറ്റി കാണുന്നില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അലക്സാണ്ട്ര വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പറ്റും. മൗറീഷ്യസിലെ മനോഹരമായ വാട്ടർഫോൾസിൽ ഒന്നാണ് അലക്സാണ്ട്ര വാട്ടർഫോൾസ്. അവിടെ ഇതുപോലുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിംഗ് ഫ്രീ ആണ്. അകത്തോട്ട് കടക്കാനും ഫീസൊന്നുമില്ല. അവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ പാർക്കിന്റെ കുറച്ച് ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. പറയാതിരിക്കാൻ പറ്റില്ല, കണ്ടു നിന്നാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രക്ക് ഭംഗിയാണ് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ അലക്സാണ്ട്ര വാട്ടർഫോൾസ്. ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മൗറീഷ്യസിൽ ഇതുപോലെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ എല്ലായിടത്തും എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. ഇന്ന് നമ്മൾ വേറൊരു വാട്ടർഫോൾ കൂടി കാണാൻ പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ഇതേ നാഷണൽ പാർക്കിലുള്ള വേറൊരു വ്യൂ പോയിന്റിലേക്കാണ്. അവിടേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറച്ച് കടകളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സോവനീസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള കടകളാണ് കേട്ടോ ഇതൊക്കെ.
ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്, ഗ്രിസ് ബീച്ച്. മൗറീഷ്യസിലെ ബീച്ചുകൾക്കെല്ലാം പ്രത്യേക ഒരു ഭംഗിയാണ്. ഏറെക്കുറെ എല്ലാ ബീച്ചുകളും ഭയങ്കര സേഫുമാണ്, തിര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങി കളിക്കാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള ബീച്ചുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മളിപ്പം പോകുന്നുള്ളത്. നല്ല തിരയും നല്ല സൗണ്ടൊക്കെ ഉള്ള ഒരു ബീച്ചാണ് കേട്ടോ ഇത്. ഇവിടെ ഇറങ്ങി കുളിക്കുന്നതും അത്രയ്ക്ക് സേഫ് അല്ല. അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നുള്ളത്. ഇത് ഫ്രൂട്ട്സിന്റെ പൾപ്പ് ഫ്രീസ് ചെയ്തിട്ട് അതിൽ കുറച്ച് എരിവും പുളിയും ഒക്കെ മിക്സ് ചെയ്ത് തന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാംഗോവും പൈനാപ്പിളും വേറെ ഏതൊരു ഫ്രൂട്ടും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും. കണ്ടപ്പം വെറൈറ്റി ആയിട്ട് തോന്നി. അവസാനമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്, റോച്ചസ്റ്റർ വാട്ടർഫോൾ. അങ്ങനെയാണോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല. ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല ഇവിടുത്തെ ആൾക്കാർ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ കാണുന്ന റഫ് റോഡിലൂടെ കൂടെ പോയിട്ട് വേണം ആ വാട്ടർഫോളിലേക്ക് എത്തിപ്പെടാൻ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഈ ഒരു റോഡിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഒരു കരിമ്പിൻ തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു റോഡ് പോകുന്നത്. മൗറീഷ്യസിലെ പ്രധാന കൃഷിയാണ് കരിമ്പ്. അതുകൊണ്ട് ഇവിടെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കരിമ്പിൻ തോട്ടം കാണാൻ വേണ്ടി പറ്റും. വലിയൊരു കരിമ്പിൻ തോട്ടമായിരുന്നു കേട്ടോ അത്. ആ ഒരു വാട്ടർഫോൾ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ആ റോഡ് അവസാനിച്ചു. ബാക്കി ദൂരം നമ്മൾ നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാട്ടർഫോളും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.